പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. പലപ്പോഴും ഒരു ചെറിയ കുറ്റബോധത്തോടു കൂടിയാണ് ഈ വചനം ഷെയർ ചെയ്യുന്നത്. കാരണം ഇത് എത്രത്തോളം പ്രാവർത്തികമാക്കുന്നുണ്ട് സ്വന്തം ജീവിതത്തിൽ എന്ന ചിന്ത പലപ്പോഴും വളരെ ഡിസ്റ്റർബിംഗ് ആണ്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതിൻ്റെ എത്ര ശതമാനം ഈ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനകത്തൊരു സമാധാനിക്കാനുള്ള അല്ലെങ്കിൽ സന്തോഷിക്കുവാനുള്ള ഒരു വസ്തുത, ഈ വചനം അനുദിനം വായിക്കുകയും ധ്യാനിക്കുകയും അത് പങ്കുവെക്കുകയും ചെയ്യുമ്പോൾ ക്രമേണ അത് നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും അത് സ്വാധീനം ചെലുത്തും. ഇന്ന് കാലത്ത് ഉണ്ടായ ഒരു കാര്യം, കാലത്ത് തന്നെ ഒരാളെനിക്കൊരു മെസ്സേജ് അയച്ചു. സാറേ, അത് നമ്മുടെ ആർട്ടിക്കിള് പബ്ലിഷായി. അപ്പോൾ അതൊരു ലീഡിങ് മാഗസിനിലാണ് അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെയും വലിയൊരു കോൺട്രിബ്യൂഷൻ അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും വളരെ സന്തോഷത്തോടുകൂടി എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ എൻ്റെ പേര് അതിനകത്തില്ല. അപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നുന്നത് ഫോണെടുത്ത് 2 വാക്ക് അവരോട് പറയാം. പക്ഷേ കർത്താവ് എന്നോട് പറഞ്ഞത്, നീ റെസ്പോണ്ട് ചെയ്യണ്ട, അത് ചിലപ്പോൾ അബദ്ധവശാൽ വിട്ടുപോയതായിരിക്കും, അല്ലെങ്കിൽ തന്നെ നീ വിട്ടുകളഞ്ഞേക്ക് എന്ന് കർത്താവ് പറയുന്നു. അപ്പോൾ നമ്മുടെ എല്ലാ പ്രവൃത്തികളും നമ്മൾ അഡീഷണലായിട്ട് ഇത് കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിലും നമ്മുടെ എല്ലാ പ്രവൃത്തികളും ക്രമേണ വചനാധിഷ്ഠിതമാകും. അപ്പോൾ ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം, ആ വചനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മദർ തെരേസയുടെ ഏറ്റവും നന്നായി അറിയപ്പെടുന്ന ഒരു കോട്ട്, സ്പ്രെഡ് ദ ലവ് ഓഫ് ഗോഡ് ത്രൂ യുവർ ലൈഫ് but only use words when necessary. ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക. വാക്കുകൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ജീവിതം കണ്ടിട്ട് തന്നെ, നമ്മുടെ പ്രവൃത്തികൾ കണ്ടിട്ട് തന്നെ മറ്റുള്ളവർ ഇവൻ ക്രിസ്തു അനുയായിയാണെന്ന് മനസ്സിലാക്കണം. നമ്മളിലൂടെ ആ ക്രിസ്തുവിൻ്റെ വെളിച്ചം മറ്റുള്ളവർക്ക് ലഭിക്കണം, അധികം വാക്കുകൾ ഉപയോഗിക്കാതെ. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം മാർപ്പാപ്പ പറഞ്ഞത്, പ്രസംഗമൊക്കെ 8 മിനിറ്റ് കൂടുതൽ പാടില്ല. അതാണ് അതിൻ്റെ ശരി. കുറച്ച് വാക്കുകളിലൂടെ, കൂടുതൽ പ്രവൃത്തികളിലൂടെ ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ എല്ലാ ക്രിസ്തു അനുയായികൾക്കും സാധിക്കണം. അപ്പോൾ വീണ്ടും വിശുദ്ധ യോഹന്നാൻ 13:34, ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ
നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. കർത്താവിൻ്റെ സ്നേഹം അത് നമുക്ക് നമ്മുടെ യോഗ്യതകൾ വെച്ച് നോക്കിയാൽ നമ്മൾക്കതിന് അർഹതയില്ല. പക്ഷേ കർത്താവിൻ്റെ കൃപയാലാണ്, കർത്താവിൻ്റെ ഒരു ജനറോസിറ്റിയാണ് നമ്മളെ സ്നേഹിക്കുക എന്നത്. നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ വെച്ച് നോക്കിയാൽ കർത്താവിൻ്റെ സ്നേഹത്തിനൊന്നും നമ്മൾ അർഹരല്ല. എന്നിരുന്നാലും കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു, നമ്മളെ കൈപിടിച്ച് നടത്തുന്നു. നമ്മുടെ യോഗ്യതകളാലല്ല, കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് വചനമൊക്കെ അറിയാനും വചനാധിഷ്ഠിതമായി ജീവിക്കുവാനുമൊക്കെ സാധിക്കുന്നു. അതുപോലെ തന്നെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു, നീ ശത്രുക്കളെ സ്നേഹിക്കുവിൻ. നിനക്ക് നന്മ ചെയ്യുന്നവരെ സ്നേഹിച്ചാൽ അതിലെ എന്ത് ഫലമാണുള്ളത്? എല്ലാവരും അത് ചെയ്യില്ലേ? പക്ഷേ നിനക്ക് ദ്രോഹം ചെയ്യുന്നവരെയും നീ സ്നേഹിക്കുക. അപ്രകാരം ചെയ്യുക വഴി അവൻ്റെ ശിരസിൽ നീ തീക്കനൽ കൂട്ടും. അപ്പോൾ ഇതുപോലുള്ള ഒരു അഗ്രസീവായിട്ടുള്ള ആത്മാർത്ഥമായ സ്നേഹം നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും നമുക്ക് പ്രതിഫലിപ്പിക്കാം. അത് സുഹൃത്ത് സംഭാഷണങ്ങളിലാകാം, വീട്ടിൽ തന്നെ മറ്റുള്ളവരുമായി ഇടപഴകുന്നത് ആകാം, ജോലി സ്ഥലങ്ങളിലുള്ള ക്രയവിക്രയങ്ങളാകാം, പള്ളിയിലുള്ള മറ്റ് സഹോദരങ്ങളോടുള്ള നമ്മുടെ നിലപാടുകളാകാം. ഒരു നല്ല അയൽക്കാരൻ, നമ്മൾ ആരെയൊക്കെ നമ്മൾ കണ്ടുമുട്ടുന്നുവോ അവരെല്ലാവരും നമ്മൾ വായ് തുറക്കാതെ തന്നെ നമ്മിൽ ക്രിസ്തുവിനെ ദർശിക്കണം. അതായിക്കൊള്ളും. പൂർണ്ണമായി കർത്താവിൽ അർപ്പിച്ചുകൊണ്ട്, നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട്, വചനത്തിൽ നിന്ന് വിടാതെ വചനാധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ, വീഴ്ചകളുണ്ടാകാം. ആ വീഴ്ചകളെ ചെറുക്കാൻ ക്രിസ്തുവിൻ്റെ കൃപയെ ആശ്രയിക്കുകയും കുമ്പസാരം അത് വളരെ ഫ്രീക്വൻ്റായി കുമ്പസാരിക്കുകയും അതുപോലെ തന്നെ വിശുദ്ധ ബലിയിൽ യോഗ്യതയോടെ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തു കഴിയുമ്പോൾ ആ ഒരു മെറ്റാമോർഫോസിസ് നമ്മൾ അറിയാതെ തന്നെ നമ്മിൽ ക്രിസ്തുഭാവങ്ങൾ ഉടലെടുക്കും. അപ്പോൾ വാക്കുകൾ ഉപയോഗിക്കാതെ തന്നെ മറ്റുള്ളവർ ക്രിസ്തുവിനെ നമ്മിലൂടെ ദർശിക്കും. ഒരു വാക്ക് പോലും ഉച്ചരിക്കാതെ മറ്റുള്ളവർക്ക് മനസ്സിലാകും, ഇവൻ ക്രിസ്തു അനുയായിയാണ്. അപ്രകാരം നമ്മിലൂടെ ഈ അന്ധകാര നിബിഡമായ ഈ ലോകത്തിൽ ചെറിയ രീതിയിലെങ്കിലും വെളിച്ചം പകരുവാൻ നമുക്ക് സാധിക്കും. ഈ ഒരു തിരിച്ചറിവിലേക്ക്, ഈ ഒരു ആത്മാർത്ഥമായ ക്രിസ്തീയതയിലേക്ക് വാക്കുകൾ ഉപയോഗിക്കാതെ കുറച്ച് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ വെളിച്ചം ഈ ലോകത്തിൽ പരത്തുവാൻ
ഉള്ള കേപ്പബിലിറ്റിക്കായി, ഉള്ള കഴിവിനായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. മദർ തെരേസ പറഞ്ഞത്, സ്പ്രെഡ് ദ ലവ് ഓഫ് ഗോഡ് ത്രൂ യുവർ ലൈഫ്, ബട്ട് ഓൺലി യൂസ് വേർഡ്സ് വെൻ നെസസറി. ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയാം. മനസ്സിൽ വിദ്വേഷം വെച്ചിട്ട് ക്രിസ്തുവിനെ അനുഗമിക്കാമെന്ന് ആരും കരുതേണ്ട. കാരണം എല്ലാവരുടെയും കാല് കഴുകി മുത്തിയ ഗുരുവാണ് നമ്മുടേത്. ഈ ഒരു തിരിച്ചറിവിലേക്ക്, ഈ ഒരു വെളിപാടിലേക്ക് ദൈവം നമ്മളെ നയിക്കട്ടെ. ഗോഡ് ബ്ലെസ് ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് അസ്. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ. God bless.